ഹായ് നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്, നിങ്ങളൊരു 10th ക്ലാസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് കേരള ഹൈക്കോടതിയുടെ കീഴിലെ ഏറ്റവും മികച്ച ഒരു ജോലി അവസരം വരാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം, ഡിഗ്രി ഉള്ളവർക്ക് കേരള ഹൈക്കോടതി അസിസ്റ്റന്റ് പോലെ തന്നെ കേരള ഹൈക്കോടതിയുടെ കീഴിൽ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആർക്കൊക്കെ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, അതുപോലെ എക്സാമിന്റെ സിലബസ് എന്തൊക്കെയാണ് തുടങ്ങിയ വിവരങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മഴയാണ്, നമുക്ക് ചുറ്റും ശക്തമായ മഴയും കാറ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും പ്രശ്നങ്ങളും അതുപോലെ ഈ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ് ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ മാറട്ടെ, എല്ലാവരും ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് ആവട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു പോസ്റ്റിന് ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഡിഗ്രിക്കാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ എന്ത് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് 2024 2024 വന്ന നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 9/2024 ആണ്. ഓഫീസ് അറ്റൻഡന്റ് എന്നാണ് ഈ ഒരു പോസ്റ്റിന്റെ പേര്. അപ്പം ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം PSC വഴിയല്ല, ഇത് മിക്കവരുടെയും ഒരു ഡൗട്ടാണ്. നമുക്ക് PSC വഴിയല്ല ഈ ഒരു കേരള ഹൈക്കോടതിയിലേക്ക് പോകുന്ന അറ്റൻഡ് ആണെങ്കിലും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണെങ്കിലും പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയുടെ കീഴിലല്ല, നമുക്ക് കേരള ഹൈക്കോടതിയുടെ കീഴിലാണ്, PSC വഴിയല്ല. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് നമ്പർ 9/2024 ആണ്. ഓഫീസ് അറ്റൻഡ് എന്നാണ് പോസ്റ്റിന്റെ പേര്. സ്കെയിൽ ഓഫ് പേ ഇൻ ഹാൻഡ് ഏകദേശം നമുക്ക് 23,000 to 50,200 വരെ നമുക്ക് ഇൻ ഹാൻഡ് സാലറി കിട്ടാവുന്ന ഒരു ജോബാണ്. ഇനി അതുപോലെ അന്ന് നമുക്ക് റാങ്ക് ലിസ്റ്റ് 34, ഇത് നിങ്ങൾ നോക്കണ്ട. നമുക്കിപ്പം ഹൈക്കോർട്ട് ആണെങ്കിലും OA ആണെങ്കിലും 34, 44 എന്നൊക്കെ വേക്കൻസീസ് കാണിച്ചെങ്കിലും ഏകദേശം നല്ല രീതിയിലുള്ള അഡ്വൈസ് പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ് ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന OAയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് എന്നും പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ദ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർഡ് ടു ദിസ് നോട്ടിഫിക്കേഷൻ ഷാൽ റിമെയിൻ ഇൻ എ ഫോഴ്സ് ഓഫ് പീരിയഡ് ഓഫ് 1 year ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് ഈസ് ബ്രോട്ട് ഇൻ ടു ഫോഴ്സ് ആൻഡ് ഷാൽ കണ്ടിന്യൂ into remain force until the publication of a fresh list or till expiry of 2 years. അപ്പം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി പറഞ്ഞിട്ടുണ്ട്, മിനിമം 1 to 2 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന രീതിയിൽ 1 yearൽ എന്തായാലും ഇപ്പം നിലവിൽ നമുക്കൊരു അഡ്വൈസ് ഉണ്ട്, നമുക്ക് റാങ്ക് ലിസ്റ്റ് ഓപ്പൺ ആണ്. അപ്പോൾ അത് ക്ലോസ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ എക്സാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കത് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇത് നമുക്ക് നിലവിൽ ഈ ഒരു പോസ്റ്റിന് ജനറൽ കാറ്റഗറി 38 വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് പറ്റും. 18 മിനിമം 18 to 38 ആണ് വരുന്നത്. ആൻഡ് SC/STക്ക് 43 വയസ്സ് വരെ പറ്റുന്നുണ്ട്. ആൻഡ് OBCക്ക് 43, അതേപോലെ തന്നെ 5 years ആണ് നമുക്ക് SC/STക്ക് വരുന്നത്. ഓക്കെ, ഏജ് റിലാക്സേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഷുഡ് ഹാവ് പാസ്ഡ് SSLC, 10th ക്ലാസ് പാസ്സായിരിക്കണം, ഓർ ഇക്വലൻറ്റ് അല്ലെങ്കിൽ തതുല്യമായിട്ട് യോഗ്യതയുള്ളവരാകാം. ആൻഡ് ഷുഡ് നോട്ട് ഹാവ് ആൻ അക്വയർഡ് ഗ്രാജുവേഷൻ, ഡിഗ്രി, ഗ്രാജുവേഷൻ, MA BA ഒക്കെ ഉള്ളവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, PG ഉള്ളവർക്കൊന്നും ഈ പോസ്റ്റിൽ അപേക്ഷിക്കാൻ പറ്റില്ല. ബട്ട് നിങ്ങൾക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് റിട്ടൺ ടെസ്റ്റും അതുപോലെ സെക്കൻഡ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാകും. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ വലിയ സംഭവമൊന്നും അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രക്കും ടഫായിട്ടുള്ള രീതിയിലല്ല നമുക്ക് ഇൻ്റർവ്യൂ വരുന്നത്. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ചെക്കാണ്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻ്റർവ്യൂ എന്നതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ OMR ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100 മാർക്കിൻ്റെ ചോദ്യമാണ്, 75 മിനിറ്റ് ഡ്യൂറേഷനാണ് നമുക്ക് പറയുന്നത്. OMR ഷീറ്റിലാണ്, നമുക്ക് ഓഫ്ലൈൻ ആയിട്ടായിരിക്കും എക്സാം വരുന്നത്. അതിൽ പ്രധാനമായിട്ടും 100 മാർക്കിൻ്റെ 4 ടോപ്പിക്സ് ആണ് വരുന്നത്. അതിൽ GKയും കറണ്ട് അഫേഴ്സും കൂടി 50 മാർക്ക്, മാത്സിന് 20 മാർക്ക്, മെൻ്റൽ എബിലിറ്റിക്ക് 15 മാർക്ക്, ഇംഗ്ലീഷിന് 15 മാർക്ക്. അവിടെ നമുക്ക് മലയാളം വരുന്നില്ല, ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ തന്നെ റീസണിങ് വരുന്നുണ്ട്.
ദെൻ ജി കെ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാം കൂടി 50 മാർക്കേ വരുന്നുള്ളൂ. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 10 മാർക്ക് ഹിസ്റ്ററി, 10 മാർക്ക് ജോഗ്രഫി എന്ന് പറഞ്ഞ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളാണ്. PSC എക്സാംസിനേക്കാളും നോർമലി കുറച്ചുകൂടി സിമ്പിളായിട്ടാണ് 10th ലെവൽ കമ്പയർ ചെയ്യുമ്പം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഡയറക്റ്റ് ആയിട്ടാണ് ഹൈക്കോർട്ട് OAക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അത് അത്ര വലിയ ടഫായിട്ടുള്ള ഏരിയാസ് അല്ല. നമുക്ക് ജി കെക്ക് എല്ലാം കൂടി 50 മാർക്കാണ് വരുന്നുള്ളൂ. ബാക്കി നമുക്ക് ഇംഗ്ലീഷിനും അതുപോലെ മാത്സിനുമാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് ഫോർ എവറി ഇൻകറക്റ്റ് ആൻസർ 1/4 മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ്. നമുക്ക് ഓരോ തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എക്സാം ബൈലിംഗ്വൽ ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷിൽ നമുക്ക് എക്സാം അവൈലബിൾ ആയിരിക്കും, മലയാളത്തിൽ നമുക്ക് എക്സാം അവൈലബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ്റർവ്യൂവിന് 10 മാർക്കാണ് പറയുന്നത്. 35% മാർക്ക് ഇൻ്റർവ്യൂവിൽ നേടണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഒരു 500 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാകും. എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതും എക്സാം സെൻറ്റേഴ്സ് നമുക്ക് ഓൾ ഓവർ കേരളത്തിലില്ല. നമുക്ക് വരുന്നത് തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും നമുക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഹൈക്കോർട്ടിൻ്റെ അണ്ടറിലേക്കാണ് എക്സാം നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി ഡേറ്റ് ഓഫ് എക്സാം ഇത് 2024 അന്നത്തെ ഒരു ടൈം വെച്ച് ഞാൻ പറയാണ്. അപ്പം 5/6/2024 അന്ന് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്ലൈ ചെയ്യാൻ. പിന്നീട് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2/7 അതായത് ഓഗസ്റ്റ് മന്തിലായിരുന്നു. ഓഗസ്റ്റ് അല്ല, ജൂലൈ മന്തിലായിരുന്നു. പിന്നെ നമുക്ക് വരുന്നത് എക്സാം കഴിഞ്ഞ്, അതായത് ഈ ഒരു ടൈം വന്ന് നമുക്ക് എപ്പോഴാണ് ജൂൺ മാസത്തിൽ വന്നിട്ട് ഒക്ടോബറിലാണ്, ഏകദേശം ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 3-4 മാസമാണ് പൊതുവെ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി കിട്ടുന്നത്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഒക്ടോബർ 4 വന്നു. റിട്ടേൺ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഒക്ടോബർ 20 ആയിരുന്നു. പിന്നീട് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 31 ജനുവരി 2025 അപ്പോൾ ഒരു 1 to 2 years ആണ് നമുക്കിതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി വരുന്നത്. അങ്ങനെയാണെങ്കിൽ 31 ജനുവരി 2027 ആകുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് ഈ ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അല്ലേ. അങ്ങനെയാണെങ്കിൽ 2026 അതായത് ഈ വർഷം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വന്ന് അടുത്ത വർഷത്തോട് കൂടിയിട്ട് എക്സാം നടക്കാനുള്ളൊരു സാധ്യതയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ആസ് യു നോ, നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ 3-4 മാസം മാത്രമാണ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് നമുക്ക് ഒരു 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ഒരു ബാച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഏറ്റവും പുതിയൊരു ബാച്ചാണ്. SSLC ഉള്ളവർക്ക് ഏറ്റവും മികച്ച അവസരമാണ്. നമുക്ക് PSC പോലെയല്ല, കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ഇവിടെ മലയാളം വരുന്നില്ല. അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു അപ്ഡേറ്റ് പ്രകാരം എക്സാം പാറ്റേൺ മനസ്സിലാക്കി പഠിച്ചു പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷ അനായാസമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ഒരു ബാച്ച്, ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. ഹൈക്കോർട്ട് OAക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ഉടൻ തന്നെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഇനി ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയാകും. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.